ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ക്ലോസ് ടു യു ഡ്രാമ വേൾഡ്. നമ്മൾ ഇന്ന് വൈ ഡെസ്റ്റിനിയുടെ നെക്സ്റ്റ് എപ്പിസോഡാണ് നോക്കാൻ പോകുന്നത്. പനി ആയതുകൊണ്ട് എല്ലാവരും കുറച്ച് നാളെ വീഡിയോസ് ഒക്കെ വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു അല്ലേ. ഓക്കെ, നമുക്ക് പെട്ടെന്ന് തന്നെ ഈ ഡ്രാമ അങ്ങ് തീർത്തിട്ട് ടാൻഡായിപ്പ് അങ്ങ് കണ്ടിന്യൂ ചെയ്തുകൊണ്ട് പോകാം. എപ്പിസോഡിന്റെ തുടക്കത്തിൽ തന്നെ കാണിക്കുന്ന രണ്ട് ചെറുക്കന്മാരാണ്. രണ്ടുപേരും ഭയങ്കരമായിട്ട് കരയുവാണ്. ഇവന്മാരാണ് ഈ സ്റ്റോറിയിലെ ഹീറോസ്. ഇവന്റെ പേര് സാറ്റ്, ഇവന്റെ പേര് ചോ. രണ്ടുപേരും ഭയങ്കരമായിട്ട് കരയാണ്. ഇവരുടെ കയ്യിലൊരു പാവക്കുട്ടിയുണ്ട്. ആ പാവക്കുട്ടിയുടെ നടുവായിട്ട് ഒരു ലവ് ഉണ്ട്, ഹാർട്ട് പോലെ. സാറ്റാണ് ഭയങ്കരമായിട്ട് കരഞ്ഞിട്ട് ചോക്കോട് വയ്ക്കും, ഈ പാവക്കുട്ടി ഞാൻ എടുത്തോട്ടെ എന്ന് ചോദിക്കുമ്പോൾ പറയും, നീ എടുത്തോ, ഈ പാവക്കുട്ടി എന്നും നിനക്ക് സ്വന്തമാണ്, നീ എടുത്തോ, പക്ഷെ നീ എനിക്കൊരു പ്രോമിസ് ചെയ്യണം, ഈ പാവ എന്നും നീ നന്നായി സൂക്ഷിക്കും, നീ പ്രോമിസ് ചെയ്യണമെന്ന് പറയുന്ന കേട്ടതും പറയും, ഈ പാവ ഞാൻ എന്നും നന്നായിട്ട് സൂക്ഷിക്കും, നമുക്ക് രണ്ടുപേർക്കും കൂടി ഇത് സൂക്ഷിക്കാന്നൊക്കെ പറഞ്ഞ് ഭയങ്കര കരച്ചിലാണ്. നിങ്ങൾ തന്നെ ഓർക്കുമല്ലോ, ഇത്രയും വലിയ ഇറക്കുമാരൊരു പാവക്കുട്ടി സൂക്ഷിക്കുന്നതിന് വേണ്ടി എന്തിനാ ഇത്രയ്ക്കും കരയുന്നതെന്ന്. അതുകൊണ്ട് കാര്യം ഒന്നും പിടിയിട്ടുന്നില്ല. രണ്ടുപേര് വരുന്നു, സംസാരിക്കുന്നു, കരയുന്നു. ഇവന്മാര് കരയുന്നതിന്റെ കാരണം എന്താ നമുക്ക് പോയി നോക്കിയാലോ. നേരെ ഇവിടുന്ന് കട്ട് ചെയ്യുവാണ്. ഇവിടെ നേരെ സിംഗ് കട്ട് ചെയ്ത് കാണിക്കുന്നത് നമ്മുടെ സാറ്റും ചോക്കും പിള്ളേരായിട്ടിരിക്കുമ്പോൾ ഉള്ള കാര്യമാണ്. ഫുൾ ആനിമേഷനിലാണ് കാണിക്കുന്നത്. സാറ്റാണ് കൊച്ചിൽ തന്നെ ഭയങ്കര സങ്കടമായിട്ട് ഇങ്ങനെ ഇരിക്കുമ്പോൾ ചോക്ക് എടുത്തോണ്ട് ഇവനൊരു ബബിൾക്കും കൊടുക്കും. ഇവനീ മുട്ടായിക്ക് മേടിച്ച് ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇവരിയ്ക്കുന്നതിന്റെ അടുത്ത് കുറച്ചങ്ങോട്ട് മാറി ഒരു ഗ്യാങ് പിള്ളേരാണെങ്കിൽ പന്തൊക്കെ ഇട്ട് ഭയങ്കരമായിട്ട് കളിച്ചോണ്ടിരിക്കുക. അവന്മാരെന്ത് ഈ പന്തടിച്ച് നമ്മുടെ സാറ്റിന്റെ ദേഹത്ത് ഒളിക്കും. ഇവന്മാരൊന്നും എന്ത് ചെയ്യും, എന്തിനാ ഞങ്ങളെ അടിച്ചാന്ന് അവന്മാരുടെ ചോദിക്കും. അടിച്ച ഇറക്കേണ്ട പേര് ടോപ്പ് എന്നാണ്. ഭയങ്കര അഹങ്കാരിയാന്ന് തോന്നുന്നു. ഇവനെ അടിച്ചവൻ പോരാ, എന്നിട്ട് അവൻ പറയും, നിനക്ക് നീളമില്ല, നീ വെറും കുള്ള ചെറുക്കനാണെന്ന് പറഞ്ഞിട്ട് ഇവനെ ഭയങ്കരമായിട്ട് കളിയാക്കും. ഇത് കേൾക്കുമ്പോൾ ഇവർക്ക് രണ്ടുപേർക്കും സങ്കടം വരുന്നുണ്ടെങ്കിലും ഒരു നേരെ സീൻ കട്ട് ചെയ്യുന്ന പിറ്റേ ദിവസമാണ്. സാറ്റും ജോക്കും കൂടെ മീറ്റ് ചെയ്യും. രണ്ടുകൂടെ വർത്തമാനം പറഞ്ഞു വയ്ക്കുമ്പോൾ ജോക്ക് എന്ത് ചെയ്യും, ഗിഫ്റ്റ് ആയിട്ട് ഈ പാവക്കുട്ടി, അതായത് നമ്മൾ സീരീസിന്റെ ആദ്യം കണ്ടില്ലേ, ആ പാവക്കുട്ടി ഇവന് ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കും. എന്നിട്ട് പറയും, ഈ പാവക്കുട്ടിയുടെ നടുക്കൊരു ഹാർട്ടുണ്ട്, ഈ ഹാർട്ടില്, ഈ റെഡ് ഹാർട്ടിൽ ഞെക്കിയിട്ട് നീ നിന്റെ എന്താഗ്രഹം പറഞ്ഞാലും അത് സാധിക്കും, നീ ഇത് ഭദ്രമായിട്ട് നോക്കണം, നിനക്ക് എപ്പോഴും ലൈഫിൽ ഇത് ഭയങ്കരമായിട്ട് ഹെൽപ്ഫുൾ ആകും എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഈ ഗിഫ്റ്റ് കൊടുക്കുന്നത്. ഇത് എന്തോ സാധനം എന്നൊന്നും അപ്പോഴും നമ്മുടെ ചെറുക്കൻ സാറ്റിന് മനസ്സിലായിട്ടില്ല. നമ്മുടെ ഫ്രണ്ട് തന്നെയെന്ന് പറഞ്ഞ് ഭയങ്കര ഹാപ്പി ആയിട്ട് അത് മേടിച്ചു വെക്കും. അങ്ങനെ രണ്ടുപേരും കൂടെ സ്ഥിരമായിട്ട് കളിക്കുന്ന ഫുട്ബോൾ ഗ്രൗണ്ട് ഉണ്ടല്ലോ, അവിടെ വരും. അവിടെ വരുമ്പോ ഇന്നലെ ബോൾ അടിച്ചില്ലേ, ആ ഗ്യാങ് അവിടെ ഉണ്ട്. അവന്മാരവിടെ കളിച്ചോണ്ടിരിക്കുക. അവന്മാർ എത്ര കുരുത്തം കെട്ടവരാന്ന് പറഞ്ഞാലും സ്കൂളിലൊക്കെ ഭയങ്കര സ്റ്റാർ ആയിട്ട് പോപ്പുലറായിട്ട് നിൽക്കുന്ന ഒരു സംഘമാണ് ഇവന്മാര്. അപ്പൊ നമ്മുടെ സാറ്റിന് എപ്പോഴും ഇവന്മാരെ കൂടെ ചേരണം എന്ന് മനസ്സിലുണ്ട്. ആ ഒരു ഇത് വെച്ചിട്ട് തന്നെ ഇവൻ ചെന്നിട്ട് ചോദിക്കും, ഞാൻ നിങ്ങളുടെ കൂടെ കളിച്ചോട്ടെ എന്ന് ചോദിക്കുമ്പോഴേക്ക് ഈ ടോപ്പ് എന്ന് പറയുന്നവനുണ്ടല്ലോ, ഇന്നലെ ബോൾ അടിച്ച്, അവനുണ്ട് തന്നെ പറയും, നിന്നെ ഞങ്ങളുടെ ഗ്യാങ്ങിലൊക്കെ ചേർക്കാം, പക്ഷെ നീ നിന്റെ ഫ്രണ്ടിന്റെ മുഖത്തിട്ട് തന്നെ ഒരു രൂപ കൊടുക്കണമെന്ന് പറയും. ഇത് കേൾക്കുമ്പോൾ നമ്മൾ തന്നെ വിചാരിക്കാൻ അവൻ ഇടിക്കത്തില്ല. അങ്ങനൊന്നും ഇല്ല. ഇത് പറഞ്ഞു തന്നതും ചെറുക്കാൻ നേരെ ചെന്ന് നമ്മുടെ പാവം ചോക്കിന്റെ മുഖത്തിട്ട് ഒറ്റയിടിയാണ്. എല്ലാരെയും മുമ്പ് വെച്ച് നമ്മുടെ ബെസ്റ്റ് ഫ്രണ്ട് തന്നെ ഇടിച്ചില്ല. ഭയങ്കര സങ്കടമായിട്ട് കരഞ്ഞുകൊണ്ട് ചോക്ക് അവിടെ നിന്ന് എഴുന്നേറ്റ് ഓടും. ചോക്കിനെ അടിച്ചിട്ട് ഇവൻ ചെന്ന് ടോപ്പിനോട് പറയും, ഞാൻ അവനെ നീ പറഞ്ഞതുപോലെ തന്നെ ഞാൻ അവനെ അടിച്ചല്ലോ, അപ്പൊ നീ എന്നെ നിന്റെ ഗ്യാങ്ങിൽ ചേർക്കുമെന്ന് ചോദിക്കുമ്പോൾ പറയും, ഇത്ര നാളെ നിന്റെ കൂടെ നടന്ന നിന്റെ ബെസ്റ്റ് ഫ്രണ്ടിനെ തന്നെ നീ അടിച്ചില്ല, നിന്നെ ഒന്നും ഞങ്ങളുടെ ഗ്യാങ്ങിൽ ചേർക്കാൻ പറ്റത്തില്ല എന്ന് പറയും. നന്നായി, ഇതിനാണ് പറയുന്നത് ഉത്തരത്തിരിക്കുന്നത് കിട്ടിയതും ഇല്ല, കഷ്ടത്തിരിക്കുന്നത് പോകുകയും ചെയ്തെന്ന്. ടോപ്പിന്റെ ഒക്കെ ഗ്യാങ്ങിൽ ചേരാൻ പറ്റത്തില്ലെന്ന് ഓർക്കുമ്പോൾ നമ്മുടെ സാറ്റിനാണെങ്കിൽ ഭയങ്കര സങ്കടമായിട്ട് ഈ പാവക്കുട്ടിയും കെട്ടിപ്പിടിച്ചോണ്ട് പോവുകയാണ്. അത് നമ്മുടെ ചോക്ക് കൊടുത്ത പാവക്കുട്ടിയാട്ടോ. ആ പാവക്കുട്ടിയും കെട്ടിപ്പിടിച്ചോണ്ട് വീട്ടിലോട്ട് കരഞ്ഞോണ്ട് ഓടുക. ഓടുന്ന വഴി വിചാരിക്കും, ഞാൻ എത്രയും പെട്ടെന്ന് വെൽത്താകണം, എന്നിട്ട് ഞാൻ വലിയൊരു യൂണിവേഴ്സിറ്റി പഠിക്കണം, എല്ലാവർക്കും എന്നെ ഇഷ്ടമായിരിക്കണം, എനിക്ക് കുറെ ഫാൻസ് കാണണം, എത്രയും പെട്ടെന്ന് ഞാൻ വലുതായാൽ മതി എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കരഞ്ഞോണ്ട് ഓടുന്ന സമയത്ത് ഒരു കാറ് വരും. ആ കാറ് വന്ന് നേരെ ഇവനെ ഇടിക്കും. ഇവൻ ഇടിച്ച് താഴെ വീഴും. താഴെ വീഴുമ്പോ എന്താ സംഭവിക്കുന്നത്, ഇവൻ കെട്ടിപ്പിടിച്ചോണ്ട് ഓടിയ ആ പാവക്കുട്ടിയില്ല, എന്റെ ഹാർട്ട് അമങ്ങും. ഇങ്ങനെ അമങ്ങിയത് ഇവിടുന്ന് നേരെ സീൻ കട്ട് ചെയ്ത് കാണിക്കുന്നത് എന്താണെന്നറിയോ, കുറച്ച് വർഷങ്ങൾക്ക് ശേഷം നമ്മുടെ ടോപ്പ് കോളേജിൽ ഇങ്ങനെ ഇരിക്കുന്ന ടോപ്പിന്റെ മടിയിൽ ഒരു ചെറുക്കൻ കിടന്നുറങ്ങുന്നു. ഈ ചെറുക്കൻ വേറെ ആരുമല്ല, നമ്മുടെ സാറ്റാണ്. തലവേനെടുക്കുന്ന പറഞ്ഞ് എഴുന്നേറ്റ് നോക്കുമ്പോഴേക്കും ഏതോ ഒരു ചെറുക്കന്റെ മടിയിൽ കിടക്കുന്നു. ഒന്ന് തന്നെ ചാടി എഴുന്നേറ്റ് ചോദിക്കും, നീ ആരാന്ന് ചോദിക്കും. സംഭവം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു ട്രെയിൻ ട്രാവൽ ഒക്കെ ചെയ്യുന്ന സംഭവമില്ലേ, അതുപോലെയാണ്. ഇവൻ ഫ്യൂച്ചറിൽ ഇങ്ങനെ ആയിരിക്കണമെന്ന് ആഗ്രഹിച്ചില്ലേ, അതൊക്കെ ആ വീണപ്പോ ബട്ടണി ഞെങ്ങിയപ്പോഴേക്കും അതൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഇവനൊന്നും അറിയത്തില്ല. ഇവൻ കണ്ണുറന്ന് നോക്കുമ്പോഴേക്കും കുഞ്ഞായിരുന്നു ഞാൻ വലുതായിട്ടിരിക്കുന്നത്. ഇതില് പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട ഒരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ടോപ്പ് എന്ന് പറയുന്ന ആരാന്ന് വെച്ചാൽ കൊച്ചിലെ പറയത്തില്ല, നിന്റെ ഫ്രണ്ടിനെ നീ അടിക്ക്, എങ്കിൽ ഞാൻ നിന്നെ ഞങ്ങളുടെ ഗ്യാങ്ങിൽ ചേർക്കാന്ന് പറയുന്ന അവനാണ് ഈ ടോപ്പ് എന്ന് പറയുന്നത്. സത്യമായിട്ട് ഞാൻ കുറച്ചു മുമ്പ് പറഞ്ഞ ഈ ടോപ്പ് എന്ന് പറയാൻ ഭയങ്കര കുത്തം കെട്ടവനാന്ന്. എനിക്കറിയത്തില്ലല്ലോ ഇവൻ വലുതാവുമ്പോ ഇത്രയും സുന്ദരനാവുമെന്ന്. ഇവൻ ഇത്രയും സുന്ദരനാവുമെന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ അങ്ങനെ ഒരിക്കലും പറയത്തില്ലായിരുന്നു. കുഞ്ഞായിരിക്കുമ്പോൾ ഉള്ള കുസൃതികളാന്ന് മാത്രമേ ഞാൻ പറയത്തുള്ളായിരുന്നു. എത്ത് പറയാനും ഞാൻ അറിയാത്ത പറഞ്ഞും പോയി. ഓക്കെ, നമുക്ക് നേരെ കഥയിൽ വരാം. നമ്മുടെ സാറ്റാണെങ്കിൽ കുഞ്ഞായിരിക്കുമ്പോഴേക്കും തലറങ്ങി വീഴും. അവൻ കണ്ണ് തുറക്കുമ്പോഴേക്കും അവൻ വേറൊരു ചെറുക്കന്റെ മടിയിൽ നിൽക്കുന്നല്ലേ. ഈ ടോപ്പിനെ കണ്ടുടനെ ഇവൻ
ചാഴി എന്നിട്ട് എനിക്ക് ഭയങ്കര തലവേദന പറഞ്ഞിട്ട് ഇവനോട് പറയും, നീ ആരാ, ഞാൻ എന്തിനാ നിന്റെ മടിയിൽ കിടക്കുന്നതെന്ന് ചോദിക്കും. ഇത് കേട്ടവൻ ടോപ്പ് ഉണ്ണേനെ പറയും, നിനക്ക് എന്ത് പറ്റിയടാ, നീ ചുമ്മാ തലറങ്ങിയല്ലേ വീണുള്ളൂ, ഇത്ര പെട്ടെന്ന് നീ എന്നെ മറന്നുപോയോ, നിനക്ക് എന്നെ ഓർമ്മയില്ല, ഞാനാ നിന്റെ ഫ്രണ്ട് ടോപ്പ് എന്ന് പറയും. ഇവനാണെങ്കിൽ ഭയങ്കര ഷോക്ക്, എന്റെ ഫ്രണ്ടോ എന്ന് പറഞ്ഞ് നേരെ എഴുന്നേറ്റ് ഇവൻ ബാത്റൂമിൽ പോകും. ബാത്റൂമിൽ പോയി കണ്ണാടി ഇവന്റെ മുഖം നോക്കുമ്പോ ഇവന് ഭയങ്കര ഷോക്ക്, ഞാൻ ഇത്ര വലുതായോ, ഞാൻ വലിയ ചെറുക്കനായോ, അയ്യോ അപ്പൊ ഞാൻ പ്രാർത്ഥിച്ച കാര്യങ്ങളെല്ലാം നടന്നതെന്ന് പറഞ്ഞിട്ട് ചെറുക്കനാണ് ഭയങ്കര സന്തോഷം. അതെ അതെ, കുറച്ചാൾ കഴിയുമ്പോൾ ഈ സന്തോഷം എല്ലാം മാറും. നമ്മൾ കുഞ്ഞായിരിക്കുമ്പോ എപ്പോഴും ആഗ്രഹിക്കുമല്ലോ വലുതാകണമെന്ന്. വലുതായി കഴിയുമ്പോഴേക്കും വീട്ടിലെ ജോലിയും പിന്നെ ജോലിയായില്ല എന്നുള്ള ആൾക്കാരുടെ ചോദ്യവും കല്യാണം ആയില്ല എന്നുള്ള ചോദ്യം, അങ്ങനെയുള്ള നിരവധി ചോദ്യങ്ങളൊക്കെ വരുമ്പോ വലുതാക്കണ്ടായിരുന്നെന്ന് തോന്നിക്കോളും അധികം താമസിക്കാതെ തന്നെ. അങ്ങനെ നമ്മുടെ ചെറുക്കനാണെങ്കിൽ ഇവിടെ ഇനി വരാനുള്ള ഒന്നും ആലോചിക്കാതെ വലുതായി എന്ന് പറഞ്ഞ് ഭയങ്കര ഹാപ്പി ആയിട്ട് തുള്ളിക്കൊണ്ടിരിക്കുകയാണ്. വെറുതെ തുള്ളുവല്ല, അവൻ പാൻറ്റൂരിട്ട് അകത്തോട്ട് നോക്കിയിട്ട് അതിന് വരെ അവൻ സന്തോഷിക്കുന്നത്. ഞാൻ വലിയ ചെറുക്കനായി എന്ന് പറഞ്ഞവനെ ഞാൻ എന്ത് ചെയ്യണം, ഇവ പ്രത്യേകതരം ഒരു ജീവിയാന്ന് തോന്നുന്നല്ലോ. ഇവനിങ്ങനെ സന്തോഷത്തിൽ കിടന്ന് തുള്ളുമ്പോഴേക്കും ഇവന്റെ ഫ്രണ്ട് ടോപ്പ് അങ്ങോട്ട് വരും. ടോപ്പിനെ കണ്ടത് ഇവൻ ഓടിച്ചിട്ട് പറയും, നിന്റെ പേര് ടോപ്പ് എന്നല്ലേ പറഞ്ഞത്, അതായത് കൊച്ചിയിലെ ഒരു ദിവസം ഇങ്ങനെ ഫുട്ബോൾ കളിച്ചോണ്ടിരുന്നപ്പോഴേക്കും എന്റെ കൂട്ടുകാരനെ അടിക്കണമെന്നൊക്കെ പറഞ്ഞ അവനല്ലേ നീ എന്ന് ചോദിക്കുമ്പോഴേക്കും ടോപ്പ് പറയും, ആ അതെ അവൻ തന്നെ ഞാൻ, നീ ഇതൊക്കെ ഇപ്പോഴും ഓർത്ത് വെച്ചിട്ടുണ്ടോ, അതൊക്കെ കുഞ്ഞിലെന്തോ നടന്ന കാര്യമല്ല, ഇതൊക്കെ നീ ഇപ്പോഴും ഓർത്ത് വെച്ചിട്ടുണ്ടോ, എനിക്ക് അത്ഭുതം തോന്നുന്നു പറഞ്ഞ അവൻ ഇവനെ എന്തോ ഒരു മെന്റലായിട്ടുള്ള രീതിയിൽ ഇങ്ങനെ നോക്കും. എന്നിട്ട് വെക്കും, എടാ ഇത് ഏത് വർഷമാന്നൊക്കെ പറയും, ഇത് 2021 എന്ന് പറയും. ഇത് കേൾക്കുമ്പോ ഇവന് ഭയങ്കര ഷോ, 2021, അപ്പൊ നമ്മൾ 7 വർഷം താണ്ടി വന്ന് നിൽക്കുവാന്ന് പറഞ്ഞിട്ട് ഇവന് ഭയങ്കര അങ്ങ് ആ സന്തോഷമാണ്. അങ്ങ് തുള്ളിച്ചാടിയിട്ട് ഫോൺ എടുത്ത് നോക്കുമ്പോഴേക്കും ഈ ഫോണൊക്കെ കാണുമ്പോൾ ഭയങ്കര അത്ഭുതം, ഇത് എന്തുവാടേ സംഭവം എന്നൊക്കെ പറഞ്ഞ് നോക്കി ഭയങ്കര സന്തോഷമായിട്ട് ഉടനെ അച്ഛനെ അമ്മേനെ വിളിക്കും. ഇവൻ എത്ര വലുതായെങ്കിലും ഇവൻ അച്ഛനും അമ്മയുടെ ഭയങ്കര ഇതല്ലേ, കുഞ്ഞായിട്ടല്ലേ അവന്റെ മനസ്സിൽ, അതുകൊണ്ട് അച്ഛനും അമ്മയൊക്കെ വിളിച്ചിങ്ങനെ സംസാരിക്കും. ഇവന്റെ അച്ഛനും അമ്മ ഈ നാട്ടിലല്ല, അവര് വേറൊരു നാട്ടിലാണ് താമസിക്കുന്നത്. ഇവനിപ്പോ പഠിക്കാൻ വേണ്ടി മാത്രമായിട്ട് ഇവിടെ വന്ന് നിൽക്കുകയാണ്. അച്ഛനും അമ്മയൊക്കെ വിളിച്ചിട്ട് ഇവന്റെ ഫ്രണ്ട് ഉണ്ടല്ലോ ചോക്ക്, കുട്ടിക്കാലത്ത് അവന്റെ നമ്പറെല്ലാം ഫോണിൽ നോക്കുമ്പോ അവന്റെ നമ്പർ ഒന്നുമില്ല. ഒരു പരുവത്തിന് നമ്പറൊക്കെ കണ്ടുപിടിച്ച് ആ നമ്പർ വെച്ചിട്ട് അഡ്രസ്സൊക്കെ കണ്ടുപിടിച്ച് നേരെ ചോക്കിന്റെ വീട്ടിൽ ചെല്ലും. എന്ത് പറയാനാണ്, അന്ന് അടിച്ചിട്ട് പോയതല്ലേ, എന്തായത് അറിയത്തില്ല ചോക്ക്. നേരെ ചോക്കിന്റെ വീട്ടിൽ ചെന്ന് ഡോറ് കൊട്ടുമ്പോഴേക്കും ഒരു ചെറുക്കൻ, ഒരു സുന്ദര കുട്ടപ്പൻ ക്യൂട്ട് പയ്യൻ വന്ന് കഥ തുറക്കും. ഇവരാണ് നമ്മുടെ കഥയിലെ സെക്കൻഡ് ഹീറോ ചോ. ഈ കൊച്ചിനെ കണ്ടോണ്ടേനെ ഇവൻ ചോദിക്കും, അതെ എന്റെ ഒരു ഫ്രണ്ട് ഉണ്ട് ചോക്ക്, ചോക്കിനെ അറിയാവോ നിങ്ങൾക്ക്, അവൻ നല്ല തടിയനാണ്, അവനെ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചോണ്ടേനെ ഈ ചെറുക്കൻ പറയും, ഞാനാ ചോക്ക്, ഞാൻ അത്ര തടിയനൊന്നും അല്ലാന്ന് പറയും. ഇത് കേട്ടത് സാറ്റോണ്ടേനെ ആ സോറി എന്ന് വട്ടം കൂടി നടന്നു കഴിയുമ്പോഴത്തേന് കത്തുന്നു, അയ്യോ ഇവനല്ലേ ചോക്ക്. ഉണ്ടേനെ തിരിച്ചോടി വന്ന് കെട്ടിപ്പിടിച്ചിട്ട് പറയും, ചോക്ക് എന്ന് പറഞ്ഞ് കെട്ടിപ്പിടിക്കും. പിന്നെ ചോക്ക് പറയാം, ശരി ബാ അകത്ത് വാ നമുക്ക് സംസാരിക്കാന്ന് പറഞ്ഞ് അകത്ത് വിളിച്ചോണ്ട് പോകും. നേരെ സാൻഡ്വിച്ചൊക്കെ കൊടുത്ത് വർത്താനമൊക്കെ പറയും. ഇവനെ ആണെങ്കിൽ നമ്മുടെ ചോക്കാണ് ഒരു അത്ഭുതമായിട്ടാണ് നോക്കുന്നത്. കാരണം സാറ്റ് സാധാരണ ഇങ്ങോട്ടൊന്നും വരത്തൊന്നുമില്ല, ഇവനിങ്ങനെ വന്നപ്പോ ഒരുമാതിരി ഇങ്ങനെ നോക്കും. പക്ഷെ ഇവന്റെ വിചാരം ഇപ്പോഴും അവന്റെ ബെസ്റ്റ് ഫ്രണ്ട് ചോക്കാന്ന് പറഞ്ഞ അവനോട് ഭയങ്കര കാഷ്വൽ ആയിട്ടൊക്കെ വർത്താനം പറയുക. കുഞ്ഞു പിള്ളേർ കഴിക്കുന്ന പോലൊക്കെയാണ് ഈ സാൻഡ്വിച്ച് ഒക്കെ കഴിക്കുന്നത്. എന്നിട്ട് ഇവനോട് പറയാം, എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ടടാ, ഇന്നലെ വരെ ഞാൻ കൊച്ചു ചെറുക്കനായിരുന്നു, ഇന്ന് ഞാൻ 7 വർഷം കഴിഞ്ഞ് വലുതായി നിൽക്കുവാന്നുള്ളത് സത്യം മൊത്തം നമ്മുടെ ചോക്കിനോട് പറയും. ചോക്കാണ് ഇതൊന്നും കേട്ടിട്ട് വിശ്വസിക്കാതെ ഒന്ന് പോടാന്ന് പറഞ്ഞ് കളിയാക്കിയിടും. പറയൂ അല്ലട സത്യമാണ്, എനിക്ക് പഴയ കാര്യങ്ങളൊന്നും ഓർമ്മയില്ല, ഞാൻ പെട്ടെന്ന് വളർന്ന് ഇത്രയും വലുതായെന്ന് പറയും. ആദ്യമൊന്നും ചോക്ക് വിശ്വസിക്കത്തില്ല, പിന്നെ ചോക്ക് ഓർക്കും സാധാരണ ഇവൻ ഇങ്ങോട്ട് വരത്തൊന്നുമില്ലല്ലോ, അപ്പൊ പെട്ടെന്ന് വന്നത്, അപ്പൊ ഇനി ഇവൻ സത്യമാണോ പറയുന്നതെന്ന് വെച്ചിട്ട് പറയും, നിനക്ക് സത്യമായിട്ടൊന്നും ഓർമ്മയില്ല, ഞാൻ നിന്നെ എല്ലാം ഓർമ്മപ്പെടുത്തട്ടെ എന്ന് പറഞ്ഞിട്ട് ഈ 7 വർഷം മുമ്പുള്ള എല്ലാ കാര്യങ്ങളും പറയും. നീ സ്കൂളിൽ പഠിക്കുമ്പോഴേ ഫുട്ബോളിൽ ഭയങ്കര സ്കില്ലായിരുന്നു, പെട്ടെന്ന് തന്നെ നീ ഭയങ്കര പോപ്പുലറായി, നീ ഇപ്പൊ പഠിക്കുന്ന കോളേജ് എന്ന് പറയുന്ന ഏറ്റവും ടോപ്പ് കോളേജാണ്, അവിടെ എല്ലാവർക്കും നിന്നെ ഭയങ്കര ഇഷ്ടമാണ്, നീ നല്ലൊരു ഫേമസ് ആയിട്ടുള്ള ഒരാളാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇവൻ എന്താണോ ആഗ്രഹിച്ചത് അതുപോലെ തന്നെ ഇവന്റെ ലൈഫിൽ സംഭവിച്ച കാര്യങ്ങളെല്ലാം പറയും. ഇതെല്ലാം കേൾക്കുമ്പോൾ സാറ്റിന് ഭയങ്കര സന്തോഷമാണ്, കാരണം അവൻ ആഗ്രഹിച്ച എങ്ങനെയാണ് അതുപോലെ തന്നെയല്ല അവന്റെ ലൈഫ് പോകുന്നത്. കൊണ്ടേനെ ചിരിച്ചിട്ട് ചോക്കിനോട് ചോദിക്കും, നീ ആ കോളേജിൽ തന്നെ അല്ലേ പഠിക്കുന്നത് ചോദിക്കുമ്പോൾ ഇവൻ ഭയങ്കര ഷോക്കായിട്ട് പറയില്ല, ഞാൻ ആ കോളേജിലൊന്നും അല്ല പഠിക്കുന്നത്, ഞാൻ വേറെ കോളേജിലാണ് പഠിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് പറയും. പിന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നീയും ഞാനും ഫ്രണ്ട്സ് ഒന്നും അല്ല, നമ്മൾ കൊച്ചിയിലെ ബെസ്റ്റ് ഫ്രണ്ട്സ് ഒക്കെ ആയിരുന്നു, പക്ഷെ ആ പ്രശ്നത്തോടു കൂടി നീ നിന്റെ വഴിക്ക് പോയി, ഞാൻ എന്റെ വഴിക്കും പോയി, നമ്മൾ അത്ര കോണ്ടാക്റ്റിലൊന്നും അല്ല ഉള്ളത് എന്ന് പറയും. എന്നിട്ട് പറയും, നിനക്കിപ്പോ ആവശ്യമുള്ള കാര്യങ്ങളെല്ലാം അറിഞ്ഞല്ലോ, അപ്പൊ നീ ഇവിടുന്ന് പോവല്ലേ എന്ന് ചോദിച്ചിട്ട് നൈസായിട്ട് പറയും, ബാ നീ പോവാണെങ്കിൽ ഞാൻ നിന്നെ കൊണ്ടാക്കാന്ന് പറഞ്ഞിട്ട് നമ്മുടെ സാറ്റിനെ വിളിച്ചോണ്ട് ചോക്ക് വന്ന് അവനെ പറഞ്ഞു ടാറ്റയെ കൊടുത്തു വിടും. ശരിയെന്ന് ഞാൻ പോവാ, ഞാൻ ഇനി ഒരിക്കലും കൂടി വരും എന്നൊക്കെ പറഞ്ഞിട്ടാണ് ചെറുക്കൻ പോകുന്നത്. അങ്ങോട്ട് പോകുന്ന വഴി ഇവനാണെങ്കിൽ ആലോചിക്കുവാണ്, കൊച്ചിലെ നടന്ന കാര്യങ്ങളൊക്കെ ആലോചിച്ചിട്ട് ഓർക്കും, എനിക്കിപ്പോ 18 വയസ്സായില്ലേ, ഇനി എനിക്ക് എന്ത് വേണേലും ചെയ്യാന്ന് പറഞ്ഞ് വെള്ളമടിക്കാനൊക്കെ ഉള്ള പ്ലാന് നേരെ ഒരു ക്ലബിലോട്ട് ചെല്ലുമ്പോഴേക്ക് ഇവന്റെ കൂട്ടുകാരനുണ്ടല്ലോ ടോപ്പ്, അവൻ അവിടെ നിന്ന് വെള്ളം അടിക്കുക. ഇവനൊന്ന് കൊച്ചു പിള്ളേരാണെങ്കിൽ ഡ്രസ്സൊക്കെ ചെയ്തിട്ട് അങ്ങോട്ട് ചെല്ലുമ്പോഴേക്കും ടോപ്പ് ഇവനെ കണ്ടിട്ട് വയ്ക്കും, നീ എന്ത് വടി കാണിച്ചിരിക്കുന്നത്, ഇത് എന്ത് ഡ്രസ്സിങ്ങാ, കുഞ്ഞു പിള്ളേർ ഡ്രസ്സ് ചെയ്യുന്ന പോലെ ഉണ്ടല്ലോ എന്ന് പറയും. ഉടനെ സാർ എന്ത് ചെയ്യും, ഡ്രസ്സിൽ അടിമുടി നോക്കിയിട്ട് ചോദിക്കും, എന്ത് പറ്റിയടാ കൊള്ളത്തില്ലെന്ന് ചോദിക്കാൻ പറയും, കൊച്ചു പിള്ളേരുടെ നടത്ത ഡ്രസ്സ് ആണെങ്കിൽ നീ നല്ല ക്യൂട്ടായിട്ടൊക്കെ തന്നെ ഉണ്ട് എന്ന് പറയും. ഇങ്ങനെ ഇവരോട് വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴേക്കും പുറകിരുന്ന ഒരു പെണ്ണാണ് ഭയങ്കരമായിട്ട് ഇങ്ങോട്ട് നോക്കുന്നത്. ഇത് കണ്ട് സാറ്റുണ്ടതിനെ ടോപ്പിനോട് പറയും, ടോപ്പ് നോക്കടാ, ഒരു പെണ്ണ് അവിടെ നിന്ന് നിന്നെ നോക്കുന്നുണ്ടോ, നീ നോക്കുന്ന് പറയും. ഇത് കേട്ടത് ടോപ്പ് തിരിഞ്ഞു നോക്കി ആ പെണ്ണിനെ കണ്ടുണ്ടെന്ന് ഇവനോട് ചോദിക്കും, നിനക്ക് എന്ത് പറ്റില്ല, അത് നിന്റെ ആളല്ലേടാ, അവള് നിന്നെയാണ്
എന്തിനാടാ നോക്കുന്നത്, നിനക്ക് എന്തോ പറ്റിയിട്ടുണ്ടോ എന്ന് പറയും. ഇവർ രണ്ടും കൂടി ഇങ്ങനെ വർത്തമാനം പറഞ്ഞോണ്ടിരിക്കുമ്പോഴേക്കും ആ പെണ്ണ് എഴുന്നേറ്റ് വന്ന് സാറ്റിനോട് സംസാരിക്കാൻ വരുമ്പോഴേക്കും ഇവനാണെങ്കിൽ ഒരു മാതിരിയാണ് ഈ പെണ്ണോട് സംസാരിക്കുക. ഉടനെ ശരി ശരി ഞാനിപ്പോ ബാത്റൂമിൽ പോയിട്ട് വരാന്ന് പറഞ്ഞു ഓടി നേരെ ബാത്റൂമിലോട്ട് വരുവാ. ബാത്റൂമിലോട്ട് വരുമ്പോഴേക്കും ഇടയ്ക്ക് വെച്ച് വേറൊരു ചെറുക്കനെ കാണും. എന്റെ പൊന്നെ, ഓരോ കുരിശിന്റെ പുറകെ ഓരോരോ കുരിശാണല്ലോ പാവപ്പെട്ട ചെറുക്കന്. ഈ ചെറുക്കൻ സാറ്റിനെ കണ്ടോണ്ട് ഭയങ്കരമായിട്ട് കൊഞ്ചി കുഴഞ്ഞു വന്നിട്ട് പറയാം, അയ്യോ ഞാൻ നിന്നെ ഒരുപാട് മിസ് ചെയ്തെന്ന് പറഞ്ഞിട്ട് ഹഗ് ചെയ്യാൻ വരും. ഇത് കാണുമ്പോഴേക്കും സാറ്റിന് ഒരുമാതിരിയാ, ഇവന് ഓർമ്മയില്ലല്ലോ ഇത് ആരാന്ന്. ഉടനെ തള്ളിവിടും. എന്തോ നീ കാണിക്കുന്നെന്ന് ചോദിക്കുമ്പോ എന്തോ പറ്റി നിനക്ക്, അന്ന് രാത്രി നമ്മൾ രണ്ടും കൂടെ അടിച്ചു പൊളിച്ചില്ലേ, നിനക്ക് എന്താ ഇതൊന്നും ഓർമ്മയില്ലേ, എന്നെ മറന്നോന്ന് ചോദിക്കും. ഇത് കേൾക്കുമ്പോ സാറ്റിന് ഒരുമാതിരി, അയ്യോ ഇത് കേട്ടപ്പോ എനിക്ക് ഒരുമാതിരി ആയപ്പോ ഇവൻ മറ്റേ പെട്രോളും ഡീസലിന്റെ ആളാന്ന് തോന്നുന്നു. എടേടെ ഏതെങ്കിലും ഒന്നില് നിക്കടാ, ഇങ്ങനെ പെട്രോളും ഡീസലും കൂടെ അടിച്ചു കഴിഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല, കുറച്ചാൾ കഴിയുമ്പോ എഞ്ചിൻ കംപ്ലൈന്റ് ആവും. ആണോ, ഞാൻ വേറൊത്ത് ഉദ്ദേശിച്ച് പറഞ്ഞല്ല, ഒരു നാട്ടു തത്വം പറഞ്ഞതാണ്. താൻ ടൈപ്പ് എപ്പിസോഡ് 1 കണ്ടിട്ടുള്ളവർക്ക് മാത്രമേ ഞാൻ ഇപ്പൊ പറഞ്ഞ ഡയലോഗ് മനസ്സിലാകത്തുള്ളൂ. നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടില്ലേ നേരെ ഇവിടെ വെച്ച് കട്ട് ചെയ്യുക, പ്ലേലിസ്റ്റിൽ കയറുക, താൻ ടൈപ്പ് എപ്പിസോഡ് കാണുക, തിരിച്ചു വരിക, എന്നിട്ട് ഇത് കാണുക, അപ്പൊ നിങ്ങൾക്ക് ഡയലോഗ് മനസ്സിലാവും. ഈ ചെറുക്കനിങ്ങനെ പറഞ്ഞത് നമ്മുടെ സാറ്റിന് ഒരുമാതിരി ആയിട്ട് അവൻ പറയും, ശരി ശരി ഞാൻ ആദ്യം വീട്ടിൽ പോകണമെന്ന് പറഞ്ഞ് അവിടുന്ന് പുറത്തിറങ്ങിയിട്ട് നേരെ നമ്മുടെ ചോക്കിനെ വിളിച്ചിട്ട് വീട്ടിലോട്ട് വരുവാന്ന് പറഞ്ഞ് നേരെ അവന്റെ വീട്ടിൽ ചെല്ലും. അവന്റെ വീട്ടിൽ ചെന്ന് രണ്ടുപേരും കൂടെ സ്വിമ്മിംഗ് പൂളിൽ ഇരുന്ന് വർത്താനം പറഞ്ഞോണ്ടിരിക്കുക. സാറ്റാണ് ഇങ്ങനെ ഷോക്ക് ആയിട്ടിരിക്കുന്ന കണ്ടാൽ ചോക്ക് വെക്കുക, എന്ത് പറ്റി, എന്താ നിന്റെ മനസ്സിലെന്ന് ചോദിച്ചോണ്ട് എന്നെ പറയും, ഞാൻ എന്റെ ലൈഫിൽ ഒട്ടും ഹാപ്പി അല്ല, എന്റെ ചുറ്റിനുള്ളവരെല്ലാം ഭയങ്കര മോശക്കാരായിട്ടാണ് എനിക്ക് തോന്നുന്നത്. എന്റെ ജീവിതത്തിൽ മുമ്പേ നടന്ന എല്ലാ തെറ്റുകളും തിരുത്തിയിട്ട് നല്ലൊരു ജീവിതം ജീവിക്കണമെന്നാണ് എന്റെ ആഗ്രഹം എന്ന് പറയും. ഇതിനോണ്ട് എന്റെ ചോക്ക് പറയും, ഇപ്പൊ നടന്നതല്ലേ, ഇനിയിപ്പൊ അതൊക്കെ എങ്ങനെ തിരുത്താൻ, അത് നടക്കത്തൊന്നും ഇല്ല, അതെല്ലാം അങ്ങനെ തന്നെയല്ലേ ഇരിക്കത്തുള്ളൂ എന്ന് പറയുമ്പോഴേക്കും സാറ്റ് പറയും, നമ്മള് കുഞ്ഞിലേക്ക് എന്ത് ഹാപ്പി ആയിരുന്നു അതുപോലെ നിന്റെ കൂടെ ഇപ്പോഴും ഭയങ്കര ഹാപ്പി ആയിട്ട് ഫ്രണ്ടായിട്ട് ഭയങ്കര സന്തോഷമായിട്ട് ഇരിക്കണമെന്ന് എന്റെ ആഗ്രഹം എന്ന് പറയും. ഇത് കേട്ടത് നമ്മുടെ ചോക്ക് നല്ലവനാട്ടോ. ഉടനെ പറയും, നടന്നതെല്ലാം നടന്നടാ, ഇനി നടക്കാൻ പോകുന്നതെല്ലാം നമ്മുടെ കയ്യിലല്ലേ ഇരിക്കുന്നത്, നീ ഒന്നുകൊണ്ടും പേടിക്കണ്ടെന്ന് പറഞ്ഞ് ഇവന് ഭയങ്കരമായിട്ട് ധൈര്യമൊക്കെ കൊടുത്ത് തോളത്തൊക്കെ തട്ടും. ഉടനെ ഇവൻ അവന്റെ ഷോൾഡോട്ട് കിടന്നിട്ട് പറയും, ഞാനിവിടെ ഇടയ്ക്കിടയ്ക്ക് വന്നാൽ വല്ല കുഴപ്പമുണ്ടോന്ന് ചോദിക്കാൻ പറയും, ഒരു കുഴപ്പമില്ല, നിനക്ക് എപ്പോ വേണമെങ്കിലും ഇവിടെ വരാന്ന് പറയും. അങ്ങനെയാണെങ്കിൽ ഇന്ന് നൈറ്റ് ഞാൻ ഇവിടെ സ്റ്റേ ചെയ്യട്ടെന്ന് ചോദിക്കുമ്പോൾ പറയാം, അതിനെന്താ നീ എപ്പോ വേണമെങ്കിലും സ്റ്റേ ചെയ്തോ, നീ ഫുൾ ടൈം നിനക്ക് ഇവിടെ വെൽക്കോ, നിനക്ക് എപ്പോ തോന്നുന്നു അപ്പോഴെല്ലാം വരാന്ന് പറയും. എന്നിട്ട് നമ്മുടെ ചോക്ക് എന്ത് ചെയ്യും, ഒരു കോലുമുട്ടായി എടുത്തിട്ട് സാറ്റിന് കൊടുക്കും. കൊച്ചിലെ ബബിൾക്കവും ചോക്ലേറ്റ് ഒക്കെ കൊടുക്കത്തില്ല, അതുപോലെ തന്നെ കൊടുക്കും. ഇത് മേടിച്ചിട്ട് സാറ്റ് ഉണ്ടെന്ന് പറയും, നമ്മൾ ഇത്രയും നാളും എങ്ങനെ ഒറ്റയ്ക്കൊറ്റയ്ക്കായി വളർന്ന് വലുതായെങ്കിലും ഇനി തൊട്ട് നമ്മൾ എപ്പോഴും ക്ലോസ് ആയിട്ട് ഒന്നിച്ച് വേണമെന്ന് പറയും. ഉടനെ ചോക്ക് ചിരിച്ചിട്ട് പറയും, ഓക്കെ എനിക്കും അത് ഓക്കെയാണ്, കാരണം ഞാൻ എത്ര വലുതായാലും നമ്മൾ എത്ര പിരിഞ്ഞിരുന്നാലും എന്റെ മനസ്സിൽ എപ്പോഴും നീയാണ് എന്റെ ക്ലോസ് ഫ്രണ്ട് എന്ന് പറയും. ഇത് കേട്ടത് സാറ്റ് പറയും, അതെ നീയാണ് എന്റെ ബെസ്റ്റ് ഫ്രണ്ട് എന്ന് പറഞ്ഞിട്ട് കുറച്ചു നേരം ചോക്കിനെ ഇങ്ങനെ നോക്കി എന്നിട്ട് പറയും, നീ ആർക്കാണോ ബോയ് ഫ്രണ്ട് ആയിട്ട് പോകുന്നത് അയാള് ഭയങ്കര ലക്കാണ് എന്ന് പറയും. അങ്ങനെ ഒന്നുമില്ല, ഞാൻ ആരുടെയും ബോയ് ഫ്രണ്ട് അല്ല, ആർക്കും എന്നെ ഇഷ്ടപ്പെടുന്നുമില്ല, എന്നെ കാണാൻ തന്നെ ഭയങ്കര ബോറിംഗ് ആണ് എന്ന് പറഞ്ഞിട്ട് അങ്ങനെയൊന്നും ആരും ഈ വഴിക്കോ വരുന്നില്ല എന്ന് പറഞ്ഞിട്ട് ചോക്ക് ചിരിക്കും. അങ്ങനെയാണെങ്കിൽ ഇതുവരെ നീ ആരെയും ഡേറ്റ് ചെയ്തിട്ടില്ലെന്ന് നമ്മുടെ സാറ്റ് ചോദിക്കും. ഇല്ല ഞാൻ ആരെയും ഡേറ്റ് ചെയ്തിട്ടില്ല, ഞാനാണ് എന്റെ സോൾമേറ്റിന് വേണ്ടി ഇത്ര നാളായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുവാണ് എന്ന് പറയും. മോനെ മനസ്സിൽ ലഡു പൊട്ടി. നമ്മുടെ സാറ്റിനാണ് ഒരു ലഡു പൊട്ടി. ആഹാ ചാൻസ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് നൈസായിട്ട് പതുക്കെ ചോദിക്കും, ഓഹോ അങ്ങനെയാണോ, എന്നാ നിന്റെ ടൈപ്പ് എങ്ങനെയാണെന്ന് ചോദിക്കും. അതായത് അവന് ഇഷ്ടമുള്ള ആള് എങ്ങനെ ഇരിക്കുന്നു. എന്റെ ടൈപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ കൃത്യമായിട്ടൊന്നും പറയാനില്ലടാ, പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ഇല്ല. എന്നാലും ഞാനൊരു റിലേഷൻഷിപ്പ് തുടങ്ങുവാണെങ്കിൽ അത് ആദ്യം പെണ്ണിലെ സ്റ്റാർട്ട് ചെയ്യത്തുള്ളൂ, എന്നിട്ടേ ബോയ് ഫ്രണ്ട് ആക്കത്തുള്ളൂ എന്ന് പറയും. മോനെ മനസ്സിൽ വീണ്ടും ലഡു പൊട്ടി, നീ ഇങ്ങനൊന്നും ചെറുക്കിന് പ്രതീക്ഷ കൊടുക്കല്ലേടാ. ഇത് കേട്ടതോടെ സാറ്റ് പറയും, ഓഹോ ആദ്യം ഫ്രണ്ട് പിന്നെ ബോയ് ഫ്രണ്ട് അല്ലേ എന്ന് പറഞ്ഞിട്ട് ഇവന് ഭയങ്കര നാണമായിട്ട് ചിരിക്കും. ഇവന്റെ മനസ്സിൽ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരിപ്പോഴല്ലേ കുറെ നാൾക്ക് ശേഷം ഫ്രണ്ട്സ് ആയത്, ഇനി കുറച്ചാൾ ഫ്രണ്ട്സ് ആയിട്ട് വീണ്ടും ബോയ് ഫ്രണ്ട് ആകുമെന്ന് പറഞ്ഞാണ് ചെറുക്കൻ ഇരിക്കുന്നത്. എന്താകോ എന്തോന്ന് നമുക്ക് കഥ പോകെ അറിയാം. അങ്ങനെ വർത്താനൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ സാറ്റ് എന്ത് ചെയ്യും, ഡ്രസ്സൊക്കെ ഊരിയിട്ട് സ്വിമ്മിംഗ് പൂളിൽ ഇറങ്ങിയിട്ട് ചോക്കിനെ വിളിക്കും, വാടാ നമ്മള് കൊച്ചിലെ എങ്ങനെയാണ് കളിച്ചത് അതുപോലെ കളിക്കാൻ വാടാന്ന് പറഞ്ഞ് വിളിക്കും. ഇവനാണ് ഒരു കിളിയില്ലാത്തവ, ഇവൻ വിളിക്കുമ്പോ അവൻ പോകാനിരിക്കുന്നു. അവനോടെ ഡ്രസ്സൊക്കെ ഊരിയിട്ട് ഇവന്റെ കൂടെ സ്വിമ്മിംഗ് പൂളിൽ ഇറങ്ങും. ചുമ്മാ കുഞ്ഞു പിള്ളേർ കണക്ക് കളിക്കാന്ന് പറഞ്ഞിട്ട് ഇവൻ വലിയവരെ കളിയൊക്കെയാണ് കളിക്കുന്നത്. തോള് വഴി കൈയൊക്കെ ഇട്ടിട്ട് ഭയങ്കര റൊമാൻസ് ഒക്കെയാണ്. ഇതൊക്കെ കണ്ടിട്ട് ചോക്കാരന് ഷോക്കായിട്ടിരിക്കുക. ഇവൻ അറിയത്തില്ലല്ലോ, ഇവൻ കുഞ്ഞിൽ നിന്ന് പെട്ടെന്ന് വലുതായതുകൊണ്ട് എങ്ങനെ പെരുമാറണം, മറ്റുള്ളവർ എന്ത് ഫീൽ ചെയ്യുന്നൊന്നും ഇവൻ അറിയത്തില്ല. ഇവൻ ഭയങ്കര റൊമാൻറ്റിക് ആയിട്ട് കൊച്ചിലെ കളിച്ച പോലൊക്കെ തന്നെ കളിക്കുക. ഇത് കേട്ടത് ചോക്കാടെ ഷോക്കായിട്ട് നിൽക്കുക. കറക്റ്റ് സമയത്ത് തന്നെ ഭയങ്കരമായിട്ട് ഒരു ഇടി വെട്ടും. ഈ ഇടിയും മിന്നലിന്റെ വെട്ടം കാണുമ്പോൾ ഇവൻ പേടിച്ച് പെട്ടെന്ന് തന്നെ ചോക്കിനെ ഹഗ് ചെയ്ത് ഇത്ര അടുത്ത് വരുമ്പോഴേക്കും അറിയാതെ ഇവന്റെ ലിപ്പ് എന്ത് ചെയ്യും, അവന്റെ കവളി മുട്ടും. ഒരു ആക്സിഡന്റ് കിസ് അങ്ങനെ കണ്ടാൽ മതി. ഇനി ഇവ മനഃപൂർവ്വം ചെയ്താണോന്ന് അറിയില്ലേ, അതിനുള്ള വിവരമൊന്നും ഇവനില്ല. അങ്ങനെയാണ് എന്റെ ഒരു വിശ്വാസം. ഇത് കണ്ട് ചോക്കുണ്ടെന്ന് ചിരിച്ചിട്ട് പറയും, എന്തുവാടാ നീ ഇപ്പം കൊച്ചിലത്തെ പോലെ തന്നെ ഇപ്പോഴും ഇടിയും മിന്നലിനും ഒക്കെ പേടിക്കുവാണോ, എന്നാ ബാ നമുക്ക് അകത്ത് വന്ന് പറഞ്ഞിട്ട് ഇവനെ വിളിച്ചുകൊണ്ട് അകത്ത് പോകും. അകത്തോട്ട് പോകാൻ വരുന്നത് നമ്മുടെ സാറ്റ് എന്ത് ചെയ്യും, ചോക്കിനെ കിസ് ചെയ്തിട്ട്
എടുത്തിട്ട് അങ്ങ് ഓടിപ്പോവും. കിസ് ചെയ്തതും നമ്മുടെ ചോക്കാണ് ഇവനെ ഷോക്കായിട്ട് നോക്കി ചിരിച്ചോണ്ടിരിക്കുക. ഇവനും ചെറിയ സന്തോഷമൊക്കെ ഉണ്ട്, പിള്ളേർ സെറ്റായ മതിയായിരുന്നു. ചോക്കാണെങ്കിൽ സാറ്റ് ഓടിപ്പോകുന്നത് നോക്കി ചിരിച്ചോണ്ടിരിക്കുവാണ്. അങ്ങനെ പിള്ളേർ രണ്ടുപേരും റൂമിൽ വന്ന് ഡ്രസ്സൊക്കെ മാറിയിട്ട് നമ്മുടെ സാറ്റ് എന്ത് ചെയ്യും, ഇവരുടെ കൊച്ചിലത്തെ ഫോട്ടോ ഒക്കെ നോക്കി ഭയങ്കര ഹാപ്പി ആയിട്ട് സന്തോഷമായിട്ടിരിക്കുക. എന്നിട്ട് ചോക്കിനോട് ചോദിക്കും, ഓ നീ ഇതൊക്കെ ഇപ്പോഴും സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടോടാന്ന് ചോദിക്കും. ആ ഞാൻ എല്ലാ ഫോട്ടോയും സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടടാ, നമ്മുടെ കൊച്ചിലത്തെ ഫ്രണ്ട്സിന്റെ എല്ലാ ഫോട്ടോയും ഉണ്ട്, എന്തിന് ഡോഗിന്റെ ഫോട്ടോ വരെ ഉണ്ടടാ എന്റെ കയ്യിലെന്ന് പറയും. ഇങ്ങനെ രണ്ടുപേരും കൂടെ കുറച്ചേരം വർത്താനമൊക്കെ പറഞ്ഞോണ്ടിരിക്കുമ്പോ ചോക്കാണെങ്കിൽ ഇങ്ങനെ മടിച്ചു വെക്കും. അത് പിന്നെ സാറ്റ് നീ ഇവിടെ ബെഡിൽ കിടന്നുള്ളൂ, ഞാൻ ഹാളിൽ പോയി സോഫയിൽ കിടക്കട്ടെ എന്ന് ചോദിക്കും. ഇത് കേട്ടതുകൊണ്ട് സാറ്റ് പറയും, ഇത് നിന്റെ റൂമല്ലേ, നിന്റെ ബെഡല്ലേ, പിന്നെന്താ പ്രശ്നം, നമുക്ക് രണ്ടുപേർക്കും കൂടി ഇവിടെ കിടന്ന് ഉറങ്ങിക്കൂടെ എന്ന് ചോദിക്കും. ഇത് കേട്ടതും ചോക്ക് ഒരുമാതിരി ഷോക്കായിട്ട് പറയേ വേണ്ട ഞാൻ അതൊന്നും ശരിയാത്തില്ല എന്ന് പറഞ്ഞിട്ട് അവൻ എഴുന്നേറ്റ് പോകാൻ വരുമ്പോഴേക്കും സാറ്റ് കൈ പിടിച്ച് വലിച്ച് നേരെ ബെഡിലോട്ടിടും. ബെഡിലോട്ട് ഇവൻ വീഴുന്നതാരാ, നമ്മുടെ സാറ്റിന്റെ പുറത്തോട്ടാ വീഴുന്നത്. അതിനിടയ്ക്ക് ഒരു കുട്ടി റൊമാൻസ് കണ്ണും ഒക്കെ കോർക്കും. എന്നിട്ട് സാറ്റ് പറയും, എന്തിനാ നീ പോകുന്നത്, നമുക്ക് രണ്ടുപേർക്കൂടി ഈ റൂമിൽ കിടക്കാമല്ലോ, കുഞ്ഞായിരിക്കുമ്പോഴും നമ്മൾ അങ്ങനെയൊക്കെയല്ലേ ഉറങ്ങാറുള്ളൂ, പിന്നെന്താ ഇപ്പൊ പ്രശ്നം, ബാ നമുക്ക് രണ്ടുകൂടി ഇവിടെ തന്നെ കിടക്കാന്ന് പറയും. ഇതൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ ചോക്കിന് ചെറിയ സന്തോഷമൊക്കെ ഉണ്ട്. ചിരിച്ചോണ്ട് പറയും, ശരി നീ എന്താണോ പറയുന്നത് അതുപോലൊക്കെ തന്നെ ഞാൻ ചെയ്യാം, ഞാനിവിടെ കിടക്കാന്ന് പറഞ്ഞിട്ട് അവനും ഇവന്റെ കൂടെ കയറി കിടക്കും. ഇവിടെ ഇപ്പൊ ആര് വന്ന് എന്ത് പറഞ്ഞാലും ഇവനങ്ങ് സമ്മതിക്കുവോ, ചുമ്മാ ഇവൻ ഭയങ്കര ബോറിംഗാന്ന് പറയുന്നത്. സാറ്റ് എന്ത് ചെയ്യും, നേരെ ചോക്കിന്റെ തോളോട്ട് കിടന്നിട്ട് അവന്റെ കയ്യിലൊക്കെ പിടിച്ച് കുറെ നേരം ഇങ്ങനെ കയ്യിലൊക്കെ പിടിച്ച് നിന്നിട്ട് ഇങ്ങനെ കൈ പിടിച്ച് പൊക്കി കിസ് കൊടുത്തൊക്കെ ഇങ്ങനെ ഇരിക്കുക. ഇവൻ ഇങ്ങനെ കാണിക്കുന്ന കണ്ടിട്ട് ഭയങ്കരമായിട്ട് ഡൗട്ട് അടിച്ചിട്ട് ചോക്ക് പറയും, നീ കള്ളു കുടിച്ചിട്ടുണ്ടോ, നീ കുറച്ച് കള്ളു കുടിക്കുകയൊക്കെ ഓവറാണ്, നീ കുറച്ച് കുറയ്ക്കാൻ നോക്ക്, ഞാൻ വെറുതെ നിന്നെ ഓർഡർ ചെയ്യുവാന്നൊന്നും നിനക്ക് തോന്നണ്ടാന്ന് പറയും. ഉടനെ പറയേ, എനിക്കൊന്നും തോന്നിയില്ല, നീ പറയുന്നത് എന്താന്ന് എനിക്ക് മനസ്സിലായി, നിനക്ക് എന്റെ മേലെ കുറച്ച് ടെൻഷനൊക്കെ ഉണ്ട്, സ്നേഹമൊക്കെ ഉണ്ടെന്ന് എനിക്കറിയാം, അതിന്റെ പുറത്താ നീ പറയുന്നതെന്ന് അറിയാന്ന് പറഞ്ഞിട്ട് കാഷ്വലായിട്ട് ഭയങ്കര സന്തോഷമായിട്ട് നമ്മുടെ ചോക്കിന്റെ കവളിൽ ഒരു കിസ് കൊടുക്കും. ഇവനിത് എന്ത് പറ്റി എന്റെ പൊന്ന് സാറ്റേ, കുഞ്ഞുങ്ങളുടെ സ്വഭാവം എന്ന് പറഞ്ഞിട്ട് നിന്റെ കൈ കുഞ്ഞുങ്ങളുടെ കയ്യിരിപ്പൊന്നും വല്ലല്ലോ. സാറ്റ് ഇങ്ങനെ കിസ് ചെയ്ത് ചോക്കിന് ഒരുമാതിരിയായിട്ട് തിരിഞ്ഞിട്ട് പറയും, ഞാനൊരു കാര്യം പറയും, ഇനി ഒന്നും കൂടെ നീ എന്നെ കിസ് ചെയ്യണം, ഞാൻ നിന്നെ വെറും ഫ്രണ്ടായിട്ട് മാത്രം കാണത്തില്ല എന്ന് പറയും. ഓഹോ നീ അങ്ങനെയാണോ എന്ന് പറഞ്ഞിട്ട് സാറ്റ് എന്ത് ചെയ്യും, വീണ്ടും ഇവനെ കിസ് ചെയ്യാൻ വരുമ്പോഴേക്കും ചോക്ക് പുറകോട്ട് മാറിയിട്ട് എന്താ അവൻ ഇവനെ കിസ് ചെയ്യുന്നതിനെക്കാട്ട് മുമ്പ് നമ്മുടെ ചോക്ക് എന്ത് ചെയ്യും, സാറ്റിനെ കിസ് ചെയ്തിട്ട് പെട്ടെന്ന് തന്നെ കിടന്ന് തിരിഞ്ഞങ്ങ് കിടക്കും. കാരണം ചെറുക്കിന് പേടിയുണ്ട്. ചോക്ക് കിസ് ചെയ്ത സാറ്റിന് ഭയങ്കര ഹാപ്പി ആയിട്ട് അവൻ കിസ് ചെയ്ത സ്ഥലത്തൊക്കെ കൈയൊക്കെ പിടിച്ചുകൊണ്ട് ഭയങ്കര സന്തോഷമായിട്ട് എന്നിട്ട് നേരെ അവനെ ഹഗ് ചെയ്ത് അവൻ്റെ കൂടെ കിടക്കും. കിടന്ന് കുറച്ച് കഴിയുമ്പോഴേക്കും നമ്മുടെ സാറ്റിന്റെ ഫോണിലോട്ട് ഒരു മെസ്സേജ് വരും. മെസ്സേജ് കണ്ടത് ഇവൻ ഭയങ്കര ടെൻഷനായിട്ട് സങ്കടമായിട്ട് എന്തോ ഒരു കാര്യം കണ്ട് ഭയങ്കരമായിട്ട് പേടിക്കുന്ന പോലെ ഫേസ് ഒക്കെ ആവും. ഇവനിങ്ങനെ പേടിച്ചിരിക്കുന്ന കറക്റ്റ് സമയത്ത് വീണ്ടും മിന്നലടിക്കുമ്പോൾ പേടിച്ച് വന്നിട്ട് നമ്മുടെ ചോക്കിനെ ഹഗ് ചെയ്യാൻ വരും. പക്ഷെ ഇവൻ ഹഗ് ചെയ്യാതെ കൈ എടുക്കുമ്പോഴേക്കും ചോക്ക് തന്നെ ഇവന്റെ കൈ പിടിച്ചിട്ട് ഹഗ് ചെയ്യും, മുറുക്ക വലിച്ച് ഹഗ് ചെയ്യും. കാരണം ഇവൻ അറിയാലോ പേടിയാണെന്ന്. എന്നിട്ട് പറയും, പേടിക്കൊന്നും വേണ്ട, ധൈര്യമായിട്ട് കിടന്ന് ഉറങ്ങുമെന്ന് പറയും. അങ്ങനെ രണ്ടുപേരുടെ ഹഗ് ചെയ്ത് ഇങ്ങനെ കുറച്ചു നേരമൊക്കെ ഇങ്ങനെ കിടക്കുമ്പോ നമ്മുടെ സാറ്റാണെങ്കിൽ കൊച്ചാന്ന് പറയുന്നല്ലേ ഉള്ളു, അവന് ഇത്തിരി വലിപ്പമാണ്, അവന് ഇത്തിരി മൂപ്പാണ്. ഹഗ് ചെയ്ത് ചെറുക്കൻ കയ്യും കൊണ്ടങ്ങ് പോകും. വെക്കണ്ടാത്ത സ്ഥലത്തൊക്കെ കൊണ്ട് കൈ വെച്ചോണ്ടിരിക്കുകയാണ്. ഇവിടെ വെച്ച് എന്ത് ചെയ്യാൻ, ഈ എപ്പിസോഡ് തീരുവാണ്. ഇങ്ങനൊരു മുഹൂർത്തത്തിൽ കൊണ്ട് ഇവർ എപ്പിസോഡ് അവസാനിപ്പിച്ചത് എന്തിനാണെന്ന് എനിക്കറിയത്തില്ല. എന്തായാലും നമുക്ക് ഈ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിച്ചേക്കാം. അത് കുറച്ച് ഫാസ്റ്റ് ആയിട്ട് പോകുന്ന പോലെ തോന്നുന്നുണ്ടല്ലേ, കാരണം ഫുൾ മൈൻഡ് താൻ ടൈപ്പിൽ ഇരിക്കുകയാണ്. എത്രയും പെട്ടെന്ന് ചെയ്ത് നിർത്താൻ മതിയതാണ്. എപ്പിസോഡ് എങ്ങനെയുണ്ടെന്ന് കമന്റ് ചെയ്യുക. അടുത്ത എപ്പിസോഡിൽ കാണാം. ടാറ്റാ ബൈ ബൈ.